യേശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1 അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് നിന്നെ ഞാൻ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ വെറും ബാലനാണെന്ന് പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്ന് നീ അവരോട് സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിൻ്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവ് എൻ്റെ അധരങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെ മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ജീവനുള്ള കാലം മുഴുവൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നാം കർത്താവിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അനുദിനം നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകം മുഴുവനും നടക്കുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് അതിൽ നിന്നും നമ്മളെ വ്യത്യസ്തമായി കർത്താവ് കൊണ്ടു നടക്കുന്നു. ആ കൃപയ്ക്കായി നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, ഈ കേട്ട വചനത്തെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേൽ ആ വചനം നിറഞ്ഞ് അവരിൽ ആത്മാവിൻ്റെ നിറവുണ്ടാകുവാൻ, ഉണർവുണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ. അപ്പാ പിതാവേ, വചനത്തിൻ്റെ പൊരുൾ വിവേകിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, നന്ദിയോട് സ്തുതിക്കുന്ന വാഴ്ത്തുന്ന പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ സ്നേഹത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപയിൽ ഞങ്ങളെ വളർത്തണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വരദാനത്തിൽ ഞങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളും നിറയട്ടെ. ആത്മാവിൻ്റെ നിറവിൽ അവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ അപ്പച്ച. അപ്പാ പിതാവേ, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പാ പിതാവേ, വന്നിരിക്കുന്ന എല്ലാ ദുരിതത്തിൽ നിന്നെല്ലാവരും മോചിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്താൽ ഓരോ വ്യക്തി ജീവിതങ്ങളും നിറയട്ടെ. ഈ വചനം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പിതാവേ, അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും പരിശുദ്ധിയിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെ ഒപ്പം ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.